ഒരു നടിയുടെ ഉയർച്ചയുടെയും തകർച്ചയുടെയും കഥയാണ് സിനിമ കേരള പറയുന്നത്. സ്വപ്നതുല്യമായി മലയാളത്തിൽ തുടക്കം കുറിച്ച നടി രാജീവ് നാഥ്, പ്രഗത്ഭ സംവിധായകൻ രാജീവ് നാഥ് സംവിധാനം ചെയ്ത കാവേരി എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ കടന്നു വന്ന സിതാര. തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശിനിയാണ് സിതാര. കാവേരിയിൽ മമ്മൂട്ടിയും മോഹൻലാലും നെടുമുടി വേണുവുമായിരുന്നു സിതാരയുടെ നായകന്മാർ. കാവേരി പ്രതീക്ഷിച്ച സാമ്പത്തിക വിജയം നേടിയില്ലെങ്കിലും സിതാര ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് മഴവിൽ കാവടി, ജാതകം എന്നീ ചിത്രങ്ങളിൽ സിതാരയെ കണ്ടു. മുൻനിര നായികയായി മാറാൻ മലയാളത്തിൽ സിതാരയ്ക്ക് സാധിച്ചില്ല. മോഹൻലാലിൻ്റെ, മമ്മൂട്ടിയുടെയൊക്കെ അനുജത്തി വേഷങ്ങളിൽ ഒതുങ്ങേണ്ട ഒരവസ്ഥ സിതാരയ്ക്ക് വന്നപ്പോൾ അവർ തമിഴിലേക്ക് പോയി. കെ ബാലചന്ദർ സംവിധാനം ചെയ്ത പുതു പുതു അർത്ഥങ്ങൾ, ആ ചിത്രത്തിലൂടെ തമിഴ്നാട്ടിൽ സിതാര തരംഗമായി മാറി. റഹ്മാനായിരുന്നു പുതു പുതു അർത്ഥങ്ങളിലെ നായകൻ. ചിത്രം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. തമിഴ്നാട്ടിലും മലയാളത്തിലും ചിത്രം വലിയ സാമ്പത്തിക വിജയം നേടി. പിന്നീട് അങ്ങോട്ട് തമിഴ്നാട്ടിൽ സിതാരയുടെ യുഗമായിരുന്നു. നാടൻ പരിവേഷമുള്ള ചിത്രങ്ങളിലൊക്കെ സിതാര അഭിനയിച്ചു. പുതു പുതു അർത്ഥങ്ങൾക്ക് ശേഷം പുര്യാത പുതിർ എന്ന ചിത്രത്തിലൂടെ റഹ്മാൻ സിതാര ജോഡികൾ വീണ്ടും വിജയം കൊയ്തു. പക്ഷേ ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ ഇരുവരും തമ്മിൽ തെറ്റി. സിതാരയുടെ അനുമതി കൂടാതെ റഹ്മാൻ സിതാരയെ ചുംബിച്ചത് സിതാരയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു രംഗത്തിൽ സിതാര റഹ്മാനെ തള്ളിമാറ്റി. സിതാരയും റഹ്മാനും തമ്മിൽ തെറ്റി. ഇരുവരും അകന്നു. ഇരുവരെയും നായികാനായകന്മാരായി അനൗൺസ് ചെയ്ത 10 ചിത്രങ്ങളാണ് ക്യാൻസലായി പോയത്. തമിഴകത്ത് സിതാരയ്ക്ക് കൂടുതൽ മുന്നേറാൻ സാധിച്ചില്ലെങ്കിലും കർണാടകയിൽ സിതാര വലിയ നടിയായി മാറി. വിഷ്ണുവർദ്ധൻ്റെയും ശിവരാജ് കുമാറിൻ്റെയും രമേശ് അരവിന്ദൻ്റെയും ഒക്കെ ഇഷ്ടനായികയായി സിതാര മാറി. കർണാടകയിൽ പൊൻവിലയുള്ള താരമായപ്പോൾ ക്യാമറാമാൻ ബിപിൻ ദാസ് ആയിരുന്നു സിതാരയുടെ കാര്യങ്ങൾ നിർണയിച്ചിരുന്നത്. സിതാരയുടെ മാനേജറായിരുന്നു ജ്യോതിഷി കൂടിയായ ബിപിൻ ദാസ്. ബിപിൻ ദാസ് ജീവിതത്തിൽ ഒരുപാട് വേഷങ്ങൾ കെട്ടിയ പ്രതിഭയാണ്. സന്യാസ ജീവിതം നയിച്ചിരുന്നു അദ്ദേഹം. പല വിധത്തിലുള്ള ജീവിതങ്ങൾ നയിച്ചിരുന്നു അദ്ദേഹം. പിന്നീട് ക്യാമറാമാനായി, സത്യനന്ദിക്കാടിൻ്റെയൊക്കെ ഇഷ്ടപ്പെട്ട ക്യാമറാമാനായി, പിന്നീട് സിതാരയുടെ ഗോഡ് ഫാദറായി മാറി. ബിപിൻ ദാസും സിതാരയും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ടെന്ന്, അല്ലെങ്കിൽ ബിപിൻ ദാസിൻ്റെ അടിമയാണ് സിതാരയെന്ന് അക്കാലത്ത് സിനിമാ രംഗത്ത് ഒരു വാർത്ത പരന്നു. അത് നിഷേധിക്കാൻ സിതാര തയ്യാറായില്ല. ബിപിൻ ദാസിൻ്റെ കുടുംബം ബിപിൻ ദാസും സിതാരയും തമ്മിലുള്ള ബന്ധത്തെ എതിർത്തതും ശ്രദ്ധേയം. എന്തായാലും ബിപിൻ ദാസ് അന്തരിച്ചപ്പോൾ സിതാര അഭിനയം മതിയാക്കി. ആധ്യാത്മിക ജീവിതത്തിലേക്ക് സിതാര പോയി. ആധ്യാത്മിക ജീവിതത്തിലേക്ക് പോയ സിതാര മലയാള സിനിമയിൽ തിരിച്ചു വരാൻ ശ്രമിച്ചെങ്കിലും വലിയൊരു മുന്നേറ്റമുണ്ടാക്കാൻ അവർക്ക് സാധിച്ചില്ല. ഇടയ്ക്ക് സിതാര മാതാ അമൃതാനന്ദമയിയുടെ ഭക്തയായിരുന്നു. പിന്നീട് സീരിയലുകളിലൊക്കെ അവർ അഭിനയിച്ചു. പക്ഷേ മലയാള സിനിമ എന്തുകൊണ്ടോ വീണ്ടും സിതാരയെ അംഗീകരിച്ചില്ല. സിതാരയ്ക്കിപ്പോൾ 51 വയസ്സുണ്ട്. അവിവാഹിതയാണ് നടി. സിതാര അവിവാഹിതയായി കഴിയാനുള്ള കാരണം ബിപിൻ ദാസുമായുള്ള പ്രണയമാണെന്ന് സിനിമാ രംഗത്ത് അടക്കം പറച്ചിലുണ്ട്. ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. ബിപിൻ ദാസും സിതാരയും തമ്മിലുള്ള ബന്ധം പിതാവും മകളും തമ്മിലുള്ള ബന്ധമാണോ, അതോ ആ ബന്ധത്തിന് കാമത്തിൻ്റെ തലങ്ങളുണ്ടോ എന്നൊന്നും സിനിമാ കേരളയ്ക്ക് അറിയില്ല. എന്തായാലും കന്നഡയിൽ നിന്ന് സിതാര ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കി. ആ സമ്പത്ത് സിതാര ആധ്യാത്മിക ജീവിതത്തിനായി ചിലവഴിച്ചു. സിതാര ഇപ്പോഴും യൗവന യുക്തയാണ്. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ നായികയാകാനുള്ള പാടവം അല്ലെങ്കിൽ യൗവനം സിതാരയ്ക്ക് ഉണ്ട്. പക്ഷേ മലയാള സിനിമ സിതാരയെ മറന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഈ നടിയുടെ വിധി. സിതാരയുടെ ഉയർച്ചയും സിതാരയുടെ തകർച്ചയും ഒക്കെ ഒരു സമസ്യയാണ്.